വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു. നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. സുകൃത ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാശ്രീചക്ര പൂജ, അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനിരുത്തൽ, പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ, രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരി ഹോമം, ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം, മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497349332. ചേലക്കര ഗവൺമെന്റ് SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം 2025 തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം മായ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി 3 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആഭേരി എന്ന പേരിൽ നടക്കുന്ന കലോത്സവ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മായ നിർവഹിച്ചു. വർഷം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന 1-2 ദിവസങ്ങളാണ് കലോത്സവവും കായികമേളയും, അല്ലേ? ശാസ്ത്രമേളയൊക്കെ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഓർക്കാറുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നമ്മൾക്ക് ആവേശം പകരുന്ന കലോത്സവം, ആ ദിവസമാണ് ഇത് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുകയായിരുന്നു, ഇത്രയും കുട്ടികളെ ഉള്ളോ എന്ന്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ വരുന്നത് ആ ദിവസമായിരിക്കും. ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. പനിയാണ്, വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ചിലപ്പോൾ മടി പിടിച്ച് സ്കൂളിൽ വരാതിരിക്കും. എന്നാൽ കലോത്സവത്തിൻ്റെയൊക്കെ ദിവസം എല്ലാ കുട്ടികളും പനിയാണെങ്കിലും ഒക്കെ വന്നിരിക്കും. പക്ഷെ ഇപ്പോൾ കാലം മാറിയതുകൊണ്ടാണ് ക്ലാസ്സുകളിൽ വരാൻ കുട്ടികൾക്ക് മടിയില്ലാതെയുമായി ഇത്തരം വേദികളിലേക്ക് കുട്ടികൾ എത്താതെയും ആയിരിക്കുകയാണ്, അല്ലേ? ക്ലാസ്സിൽ വരാൻ മടിയില്ലാതായി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ഒപ്പം കൊണ്ടുപോകണം. കുറച്ചാളുകൾക്ക് നല്ല താല്പര്യമുണ്ട്. താല്പര്യമുള്ളവരുടെ ആ താല്പര്യം കൂടി, പക്ഷേ താല്പര്യം ഇല്ലാത്തവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ആവരുത്. സ്കൂളിലെ കലോത്സവം എന്ന് പറയുന്നത് അത് ഔപചാരികമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാ കുട്ടികൾക്കും അവനവൻ്റെ കലാശേഷി, അല്ലേ, അത് മാറ്റുരയ്ക്കുന്നതിനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഒരു വേദിയാണ് സ്കൂളിലെ കലോത്സവം എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് MV മനോജ് കുമാർ അധ്യക്ഷനായി. നമുക്കറിയാം, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെയാണ്. ഈ കലാവിരുന്നിലാണ് ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുന്നത്. നമുക്കറിയാം, ഇന്ന് കലാരംഗത്തും അതുപോലെ തന്നെ സാഹിത്യരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ഒക്കെയുള്ള കലാകാരന്മാരുടെ തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കൂൾ യുവജനോത്സവങ്ങളാണ്. നിങ്ങൾ അവരുടെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ യൂട്യൂബിലൊക്കെ പോയി മനസ്സിലാക്കാം, ഗൂഗിളിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കൂളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കലാപരിപാടികളിലൂടെയാണ് അവരുടെ എല്ലാവരുടെയും തുടക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നാണ് പടിപടിയായിട്ടുള്ള അവരുടെ ഉയർച്ച തുടങ്ങുക. റിയാലിറ്റി ഷോ ഫെയിം സുഫിയാൻ ഖാലിദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എനിക്ക് ഈ വേദിയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടുന്ന് ഒരുപാട് കൊല്ലം പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മറ്റുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും
എനിക്ക് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ പഠിച്ച സ്കൂളുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളും നമ്മുടെ ഈ ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പിന്നെ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് 58ാം സ്കൂൾ കലോത്സവത്തിൽ ഞാൻ സ്റ്റേറ്റ് വിന്നറായിരുന്നു. ആ സമയത്തെല്ലാം എനിക്ക് ഇവിടുന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വേദികൾ ഇവിടുന്ന് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനെല്ലാം ഞാൻ ഇവിടുത്തെ സ്റ്റാഫുകളോടും ഇവിടെയുള്ള ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത, ഹെഡ് മിസ്ട്രസ് ടി ഫാത്തിമ സുഹറ, SMC ചെയർമാൻ AG രാജൻ, MPTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, PTA വൈസ് പ്രസിഡന്റ് നിത്യകൃഷ്ണൻ, ഡെപ്യൂട്ടി HM PK ഹലീമ, HSS സ്റ്റാഫ് സെക്രട്ടറി CM അനന്തകൃഷ്ണൻ, HS സ്റ്റാഫ് സെക്രട്ടറി MJ ബിജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്കൂളിലെ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം മായയിൽ നിന്നും പ്രിൻസിപ്പൽ എൻ സുനിത, HM ടി ഫാത്തിമ സുഹറ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് മത്സരങ്ങളും സുഫിയാൻ ഖാലിദിന്റെ ഗാനാലാപനവും അരങ്ങേറി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തന്നിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഇതമ്മളിൽ നിൻ മൗനമോ പൂഗാനമാ നിൻ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുലർക്കഞ്ഞിയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്നിൽ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.
ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ. കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് 2025 മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വിമാനാകൃതിയിൽ പ്രവേശന കവാടം, കാശ്മീർ താഴ്വാരം, അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ്, കൊളംബസ്, ജയന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും. പ്രവേശനം വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ.